2009 ജൂൺ മാസം കർണാടകയിലെ മംഗലാപുരത്തിനടുത്തുള്ള ബെദ്വാൾ സ്റ്റേഷനിലേക്ക് മധ്യവയസ്കരായ ദമ്പതികൾ കയറി വന്നു. മംഗലാപുരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ബെരുമരുവിൽ നിന്നാണ് അവർ വന്നത്. അവിടെയുള്ള ഇൻസ്പെക്ടർക്ക് അവർ ഒരു പരാതി നൽകി. 22 വയസ്സ് പ്രായമുള്ള അവരുടെ മകൾ അനിതയെ 2 ദിവസമായി കാണാനില്ല എന്നതായിരുന്നു ആ പരാതി. അവളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ച 9 പവൻ സ്വർണവും കുറച്ചു പണവും അവളോടൊപ്പം കാണാതായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തങ്ങളുടെ മകളെ കണ്ടെത്തി തരണമെന്ന് ആ ദമ്പതികൾ ഇൻസ്പെക്ടറോട് അപേക്ഷിച്ചു. എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഇൻസ്പെക്ടർ അവർക്ക് ഉറപ്പ് നൽകി. പിറ്റേ ദിവസം പോലീസ് സംഘം ബെരുമരുവിലെത്തി. അനിതയുടെ വീട്ടുകാരെയും അയൽക്കാരെയും അവർ ചോദ്യം ചെയ്തു. ദുഗപ്പയുടെയും കുസുമയുടെയും മക്കളിൽ രണ്ടാമത്തവളാണ് അനിത. 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അനിതയ്ക്കുള്ളത്. അനിതയുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീട്ടുകാർ. അനിതയുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ചിരുന്ന 9 പവൻ സ്വർണവും പണവുമാണ് കാണാതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്തുള്ള അനിതയുടെ സഹോദരൻ മാധവ്, അവൻ നൽകിയ ഒരു മൊബൈൽ ഫോണും കാണാതായിട്ടുണ്ട്. അനിതയുടെ ബന്ധുക്കളെയും അയൽക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അനിത ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അതോടെ കേസ് അന്വേഷിച്ചിരുന്ന ഇൻസ്പെക്ടർ ഇതൊരു ഒളിച്ചോട്ടമാണ് എന്ന നിഗമനത്തിലെത്തി. തുടർന്ന് കേസ് ക്ലോസ് ചെയ്തു. അവളെ കാണാതായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിവരമൊന്നുമില്ലാതെയായപ്പോൾ ദുഗപ്പയും കുസുമവും ഒന്നുകൂടെ പോലീസ് സ്റ്റേഷനിലെത്തി. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഇൻസ്പെക്ടറുടെ മോശമായ പെരുമാറ്റമായിരുന്നു. മകളെ നിങ്ങൾ നന്നായി വളർത്തണമായിരുന്നു. അവളൊരു മുസ്ലിമിനോടൊപ്പം ഒളിച്ചോടി. ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു കാണും. മകൾ മുസ്ലിമിനൊപ്പം ഒളിച്ചോടിയെന്ന് മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഏറെ സങ്കടത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങി. വാർത്ത നാടൊട്ടാക്കി പരന്നു. കേസ് അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഇൻസ്പെക്ടർക്കും പോലീസുകാർക്കും അറിയാമായിരുന്നില്ല ഇതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന്. ബെരുമാരുവിലെ ജനങ്ങൾ അനിതയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. അവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല. എങ്കിലും അവളൊരു മുസ്ലിമിനൊപ്പമാണ് ഒളിച്ചോടിയതെന്ന് അവർ വിശ്വസിച്ചു. അവളുടെ കുടുംബത്തെ അവർ ഒറ്റപ്പെടുത്തി. ആയിടെ ബെരുമരുവിലെ ഒരു സ്വാമി ലവ് ജിഹാദിനെ പറ്റി ഘോരമായി പ്രസംഗിച്ചു. മുസ്ലിം മതത്തിൽപ്പെട്ട പുരുഷന്മാർ മുസ്ലിം ഇതര മതത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രണയം നടിച്ച് അവരുടെ മതത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന് അയാൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. ഈയിടെ കാണാതായ അനിത എന്ന പെൺകുട്ടി ലവ് ജിഹാദിന്റെ ഏറ്റവും പുതിയ ഇരയാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. അയാളുടെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുത്തു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടുത്തടുത്ത് താമസിക്കുന്ന ബെരുമരുവിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി. സമാധാനപരമായ നാട് കലാപകാരികൾ നശിപ്പിച്ചു. ഒരു കൂട്ടം ഹിന്ദുക്കൾ ബെദ്വാൾ സ്റ്റേഷൻ വളഞ്ഞു. എത്രയും പെട്ടെന്ന് അനിതയെ കണ്ടുപിടിക്കണമെന്നും മുസ്ലിം തീവ്രവാദികൾക്കെതിരെ കേസെടുക്കണമെന്നും അവർ മുദ്രാവാക്യം മുഴക്കി. സമയം കൂടി വരുന്തോറും സമരക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. എത്രയും പെട്ടെന്ന് കേസിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് സമരക്കാർ വിളിച്ചു പറഞ്ഞു. എന്തിനും തയ്യാറായിട്ടായിരുന്നു അവർ വന്നിരുന്നത്. മുസ്ലിം തീവ്രവാദികളിൽ നിന്ന് തങ്ങളുടെ മക്കളെ രക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഉന്നതാധികാരികളും DM അടക്കമുള്ള ആളുകളും ബെദ്വാളിലെത്തി. ഒരുവിധം സമരക്കാരെ ശാന്തരാക്കി അവർ പറഞ്ഞുവിട്ടു. സത്യം എന്തെന്നറിയാതെ ചില മതമൗലികവാദികളുടെ വാക്കുകളിൽ ചഞ്ചലപ്പെട്ടു പോയിരുന്നു ജനങ്ങളുടെ മനസ്സ്. ആയുധമെടുത്താൽ അവർ സർക്കാരിനും ജീവനക്കാർക്കുമെതിരെ ശക്തമായി പോരാടുമെന്ന് ഉറപ്പായിരുന്നു. അനിതയുടെ തിരോധാനം മതകലാപമായി കലാശിക്കുന്നതിനെ ഭയന്ന് എത്രയും വേഗം കേസിലൊരു തീർപ്പുണ്ടാക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. അങ്ങനെ കേസ് COD എന്ന ഇന്റലിജൻസ് ടീമിന് കൈമാറപ്പെട്ടു. ACP നജുണ്ട ഗൌഡയും CI ചന്ദ്രഗുപ്തയും അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷണം ഏറ്റെടുത്തത്. കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ ബെരുമരുവിലെത്തി അന്വേഷണം ആരംഭിച്ചു. അവിടെ എത്തിയ അന്വേഷണ സംഘം ഞെട്ടി. കാരണം ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതായിരുന്നു സത്യം. കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ പ്രാഥമിക പരിശോധനയിൽ ആരോ പറഞ്ഞറിഞ്ഞ അറിവ് വെച്ചാണ് മുസ്ലിം യുവാവുമായി അനിത ഒളിച്ചോടിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതുതന്നെ FIRൽ എഴുതി കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഒന്നും തന്നെ നടന്നിട്ടില്ല. ഗൌഡിയും ഗുപ്തയും അനിതയുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി സംസാരിച്ചു. വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ അനിത വളരെ ഇടുങ്ങിയ സാഹചര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. 9 പവൻ സ്വർണത്തിനൊപ്പം ഒരു മൊബൈൽ ഫോണും അനിത കൊണ്ടുപോയിട്ടുണ്ടെന്ന നിർണായക വിവരം അപ്പോഴാണ് അവർ അറിഞ്ഞത്. അനിതയുടെ സഹോദരനായ മാധവ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതായിരുന്നു ആ മൊബൈൽ. ഇതും അന്വേഷണ സംഘം കണ്ടെത്തി. തൊട്ടടുത്ത അമ്പലത്തിലെ പൂജാരി അനിത ദിവസവും അമ്പലത്തിൽ വരാറുണ്ടെന്നും അവൾ ഒരിക്കലും ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലാവില്ല എന്നും തറപ്പിച്ചു പറഞ്ഞു. അനിതയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്ന്
അനിതയ്ക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമായി. എങ്കിലും അനിതയ്ക്ക് ആരുമായോ പ്രണയമുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് അവർ സൂചിപ്പിച്ചു. കാരണം തിരക്കിയപ്പോൾ അവൾ ഒരുപാട് മൊബൈലിൽ സംസാരിക്കാറുണ്ടെന്നും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് ചിരിക്കാറുണ്ടെന്നും ഒക്കെ സുഹൃത്തുക്കൾ മൊഴി നൽകി. പ്രാഥമിക നിഗമനങ്ങൾക്കൊടുവിൽ കേസ് മറ്റൊരു രീതിയിൽ അന്വേഷിക്കാൻ ഗൗഡയും ഗുപ്തയും തീരുമാനിച്ചു. അന്വേഷണ സംഘത്തിന് ലഭിച്ച ഏറ്റവും വലിയ തുമ്പാണ് ആ മൊബൈൽ. അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനമായി. അവർ അനിതയുടെ മൊബൈലിലേക്ക് വന്ന കോൾ ഹിസ്റ്ററി പരിശോധിച്ചു. അധികവും പരിചയമുള്ള നമ്പറിൽ നിന്നാണ് അനിതയ്ക്ക് കോളുകൾ വന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ ചുരുങ്ങിയത് 2-3 മിനിറ്റിൽ അവസാനിക്കുന്നതായിരുന്നു. എങ്കിലും പരിചയമില്ലാത്തൊരു നമ്പറിൽ ഒരുപാട് സമയം സംസാരിച്ചതായി കാണാം. അനിത മിസ്സാവുന്നതിന്റെ തലേന്ന് രാത്രി 2 മണിക്കൂറിലധികം ആ നമ്പറിൽ സംസാരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആ വഴിക്കായി. സൈബർ സെല്ലിൽ നിന്ന് ആ നമ്പറിന്റെ ഉടമയെ അവർ കണ്ടെത്തി. അനിതയുടെ തിരോധാനത്തിന് ഇതോടെ അവസാനം കുറിക്കാമെന്ന ലക്ഷ്യത്തോടെ നമ്പറിന്റെ ഉടമയെ തിരഞ്ഞു ചെന്ന പോലീസ് എത്തിപ്പെട്ടത് ഒരു ഊരാക്കുടുക്കിലായിരുന്നു. നമ്പർ ട്രൈ ചെയ്ത് പോലീസ് എത്തിച്ചേരുന്നത് മംഗലാപുരത്തുള്ള ശ്രീധർ എന്നൊരാളുടെ അഡ്രസ്സിലായിരുന്നു. അവർ ശ്രീധറിനെ ചോദ്യം ചെയ്തു. എന്നാൽ നിരാശയായിരുന്നു അവിടെയും ഫലം. അനിത എന്നൊരു വ്യക്തിയെ തനിക്ക് പരിചയമില്ല എന്നും അനിത മിസ്സിംഗ് ആവുന്ന ദിവസം താൻ നാട്ടിൽ തന്നെയുണ്ടെന്ന് ശ്രീധരൻ വ്യക്തമാക്കി. മാത്രമല്ല അനിത വിളിച്ചിരുന്ന നമ്പർ തന്റെ പേരിലെടുത്ത സിമ്മായിരുന്നു. എങ്കിലും തന്റെ സഹോദരിയായ കാവേരിയായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ശ്രീധരന്റെ സഹോദരി കാവേരിയുമായി അനിതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ 6 മാസമായി തന്റെ സഹോദരിയെ കാണാനില്ല എന്നും ശ്രീധർ മൊഴി നൽകി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കാവേരിയെക്കുറിച്ച് യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ല. അനിതയെ പോലെ തന്നെ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയാവുകയായിരുന്നു കാവേരിയും കുറച്ച് സ്വർണവും ഒരു മൊബൈലും കൊണ്ടുപോയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ മിസ്സിംഗ് ലിസ്റ്റിൽ 2ാമതൊരു പേര് കൂടി ചേർക്കപ്പെട്ടു, കാവേരി. അവിടം കൊണ്ടും ഒന്നും അവസാനിച്ചില്ല. കാവേരിയുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ച പോലീസുകാർ വീണ്ടും ഞെട്ടി. അനിതയുടേതുപോലെ തന്നെ കാവേരിയുടെ മൊബൈലിലും ഒരു അജ്ഞാത നമ്പറിന്റെ കോളുകൾ 6 മാസത്തോളം മണിക്കൂറുകളായി സംസാരിച്ചതായി അവർ കണ്ടെത്തി. അങ്ങനെ ആ നമ്പർ ട്രേസ് ചെയ്ത് അന്വേഷണ സംഘം എത്തി നിന്നത് കാസർഗോഡുള്ള പുഷ്പയിലാണ്. പോലീസിനെ അവിടെയും നിരാശയായിരുന്നു വിധി. കാരണം കഴിഞ്ഞ 1 വർഷമായി പുഷ്പയും കാണാനില്ല. പുഷ്പയുടെ കോൾ റെക്കോർഡും പോലീസ് വീണ്ടെടുത്തു. അനിതയുടെയും കാവേരിയുടെയും അനുഭവം തന്നെയാണ് പുഷ്പയുടെ കാര്യത്തിലും അവർക്ക് കിട്ടിയത്. ഇങ്ങനെ ഓരോരുത്തരുടെ കോൾ റെക്കോർഡ് പരിശോധിച്ച് മുന്നോട്ട് പോയ പോലീസിന്റെ മിസ്സിംഗ് ലിസ്റ്റിൽ ഏകദേശം 20ഓളം പെൺകുട്ടികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉണ്ടായിരുന്നു. അഴിക്കും തോറും മുറുകുന്ന ഒരു ഊരാക്കുടുക്കിലാണ് പോലീസ് എത്തിനിന്നത്. അനിതയിൽ നിന്ന് ആരംഭിച്ച കേസ് 20 ആളുകളുടെ മിസ്സിംഗിൽ എത്തിനിന്നു. വ്യത്യസ്ത സമയങ്ങളിൽ കാണാതായ 20നും 40നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു അവരെല്ലാവരും. ഒരുപക്ഷെ ആസൂത്രിതമായി നടത്തിയ കിഡ്നാപ്പായിരിക്കും ഇതെന്ന് പോലീസ് സംശയിച്ചു. അവയവക്കടത്തിന് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് അനുമാനിച്ചത്. പോലീസ് ക്രൈം ബോർഡിലെ യുവതികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അതോടെ കേസ് അന്വേഷണം തങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങില്ല എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സൈബർ അനലിറ്റിക്സ് വിങ്ങിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഇതുവരെ ലഭിച്ച മുഴുവൻ കോൾ റെക്കോർഡുകളും ഒന്നിച്ചു ചേർത്ത് പരിശോധിച്ച് സൈബർ വിങ്ങിൽ നിന്നും പോലീസിന് നിർണായകമായ ഒരു വിവരം ലഭിച്ചു. കാണാതായിരിക്കുന്ന യുവതികളുടെ എല്ലാ സിമ്മുകളും ഒരു പ്രാവശ്യമെങ്കിലും മംഗളൂരിനടുത്തുള്ള ദർലക്കട്ടെ എന്ന പട്ടണത്തിൽ വെച്ച് ആക്റ്റീവായിട്ടുണ്ട്. സൈബർ അനലിറ്റിക്സ് വിദഗ്ധരിൽ നിന്ന് ലഭിച്ച വളരെ നിർണായകമായ വിവരമനുസരിച്ച് പോലീസ് ദർലക്കട്ടയിൽ അന്വേഷണം ഊർജിതമാക്കി. ഇതൊരു സൈബർ കില്ലിങ്ങോ പ്രോസ്റ്റിറ്റ്യൂട്ട് റാക്കറ്റോ ആയിരിക്കാമെന്ന് സംശയിച്ചു. പോലീസ് അവിടെയുണ്ടായിരുന്ന ഹോട്ടലുകൾ റെയ്ഡ് ചെയ്യുകയും അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവിടെയും പോലീസ് നിരാശരായി. ദർലക്കട്ടയിൽ ഈ യുവതികൾ എത്തിയിട്ടുണ്ടോ എന്നും അതിനുശേഷം അവർ എവിടെ പോയെന്നും വലിയൊരു ചോദ്യചിഹ്നമായി പോലീസിന് മുന്നിൽ അവശേഷിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. അനിതയെ കാണാതായതിന് പിറ്റേ ദിവസം ബെദ്വാളിനടുത്തുള്ള ആസൻ എന്ന സ്ഥലത്തെ പൊതു ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ നിന്ന് ഏകദേശം 28 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വിവാഹസാരി ഉടുത്തിരുന്ന യുവതിയുടെ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും ഉണ്ടായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയും വന്ന നിലയിലായിരുന്ന മൃതദേഹത്തിൽ യുവതിയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ മൃതദേഹം തിരിച്ചറിയുന്ന ആരെങ്കിലും വരുന്നത് കാത്ത് ദിവസങ്ങളോളം അജ്ഞാത മൃതദേഹം ആസൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിക്കപ്പെട്ടു. ദിവസങ്ങളായിട്ടും തിരിച്ചറിയാൻ ആരും വരാത്തതിനാൽ ആ മൃതദേഹം അജ്ഞാത മൃതദേഹം സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കപ്പെട്ടു.
ആ മൃതദേഹത്തിന് അനിതയുടെ മുഖഛായയായിരുന്നു. ദർലക്കട്ടയിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ അനിതയെക്കുറിച്ചോ മറ്റു യുവതികളെക്കുറിച്ചോ യാതൊരുവിധ തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. അതോടെ റെയ്ഡുകൾ അവസാനിച്ചു. എങ്കിലും തങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു തെളിവുണ്ടാകുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ സൈബർ വിങ്ങിൽ നിന്നും പോലീസിന് വളരെ നിർണായകമായ ഒരു വിവരം ലഭിക്കുകയുണ്ടായി. കാണാതായ യുവതികളിൽ ഒരാളുടെ സിം ഉപയോഗിച്ചിരുന്ന ഹാൻഡ്സെറ്റിന്റെ IMEI നമ്പറുള്ള ഫോൺ ദർലക്കട്ടെ ടവറിന് കീഴിൽ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. മംഗലാപുരം കാവേരി ഉപയോഗിച്ചിരുന്ന ഫോണാണ് ഓണായിരിക്കുന്നത്. എന്നാൽ അതിൽ ഇപ്പോൾ ഉള്ളത് മറ്റൊരു സിമ്മാണെന്നും അത് ഒരു സ്ത്രീയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായകമായ തെളിവായിരുന്നു. യാതൊരു തുമ്പുമില്ലാതെ കേസ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ നിൽക്കുന്ന പോലീസ് ഉടനെ ഫോൺ ട്രേസ് ചെയ്തു. സെൽ ട്രേസ് ചെയ്ത് അവർ എത്തിയത് ദർലക്കട്ടയിലെ ഒരു ഹോട്ടലിലായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവിടെ ഉണ്ടായിരുന്നത് ഒരു 16-കാരനാണ്. അവരിൽ നിന്ന് പോലീസ് മൊബൈൽ കണ്ടെടുത്തു. ധനുഷ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. സിം എടുത്ത സ്ത്രീ അവന്റെ അമ്മയായിരുന്നു. 10ാം ക്ലാസ് ജയിച്ച മകന് സിം എടുക്കാൻ തന്റെ രേഖകൾ നൽകിയത് താൻ തന്നെയാണെന്ന് അമ്മ സമ്മതിച്ചു. പക്ഷേ മുൻപ് ഈ ഫോൺ ആരുടേതായിരുന്നെന്നോ അവരെ ഇപ്പോൾ കാണാനില്ല എന്നോ ഒന്നും തന്നെ ആ സ്ത്രീക്ക് അറിവില്ലായിരുന്നു. അനിത അടക്കം പോലീസ് പറഞ്ഞ ഒരാളെ പോലും ധനുഷിനും അറിയില്ലായിരുന്നു. ഫോണിന്റെ ഉടമയായ കാവേരിയെപ്പോലും അവൻ കണ്ടിട്ടില്ല. സിം എടുത്തിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ എന്നും ഇന്നലെയാണ് ഫോണിൽ സിം ആക്റ്റീവ് ചെയ്തതെന്നും അവൻ മൊഴി നൽകി. പോലീസ് അന്വേഷണത്തിൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവനിൽ നിന്ന് ലഭിച്ച മറ്റൊരു വിവരം പോലീസിനെ ഊർജ്ജിതരാക്കി. ഈ ഫോൺ അവന് ലഭിച്ചത് അവന്റെ അമ്മാവനായ മോഹൻകുമാർ കുറച്ചു ദിവസത്തിന് ഉപയോഗിക്കാൻ നൽകിയതിലൂടെയാണ്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മോഹൻകുമാറിലെത്തി നിന്നു. അവർ മോഹൻകുമാർ എന്ന സ്കൂൾ അധ്യാപകനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കാണാൻ വലിയ മോശമില്ലാത്ത സാധാരണ ഒരു കുടുംബം നയിക്കുന്ന ആളായിട്ടാണ് മോഹൻകുമാറിനെ കുറിച്ച് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. മോഹൻകുമാർ പഠിപ്പിക്കുന്ന UP സ്കൂളിലും അവർ അന്വേഷിച്ചു. പ്രധാന അധ്യാപകനടക്കം അവിടെയുണ്ടായിരുന്ന ഓരോ അധ്യാപകർക്കും മോഹൻകുമാറിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇടയ്ക്കിടെ അയാൾ സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാറുണ്ടെന്ന വിവരം പ്രധാന അധ്യാപകനിൽ നിന്നും പോലീസിന് ലഭിച്ചു. 4-5 ദിവസം തുടർച്ചയായുള്ള ലീവുകൾ പോലീസിന് രജിസ്റ്ററിൽ നിന്ന് കണ്ടെത്താനായി. ലീവായ ദിവസങ്ങൾ പോലീസ് കൃത്യമായി അടയാളപ്പെടുത്തി അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു. കാവേരിയും അനിതയും അടക്കമുള്ള യുവതികൾ കാണാതായ ദിവസങ്ങളിൽ ഒന്നും തന്നെ മോഹൻകുമാർ സ്കൂളിലെത്തിയിട്ടില്ല. പോലീസിന് സംശയം ഇരട്ടിച്ചു. പക്ഷേ ഇത്രയും യുവതികളെ മോഹൻകുമാർ എന്തിനുവേണ്ടി എവിടെ കൊണ്ടുപോയി എന്നത് മാത്രം ചോദ്യചിഹ്നമായി. ഒരുപക്ഷെ പ്രോസ്റ്റിറ്റ്യൂട്ട് റാക്കിലെ കണ്ണിയായിരിക്കുമോ ഇയാൾ എന്ന് പോലും പോലീസ് സംശയിച്ചു. ഇത്രയും നല്ല ഇമേജുള്ള ആൾ എങ്ങനെയായിരിക്കും പെൺകുട്ടികളെ കടത്തിയിരിക്കുക? ആശയക്കുഴപ്പത്തിലായ പോലീസുകാർ മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അറസ്റ്റ് ചെയ്ത് മൊഴിയെടുത്തപ്പോൾ അയാൾ മൊബൈൽ താൻ മറ്റൊരാളിൽ നിന്ന് അനന്തരവന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണെന്ന് വാദിച്ചു. എന്നാൽ ആരിൽ നിന്നാണ് വാങ്ങിയതെന്നത് താൻ മറന്നുപോയി എന്നാണ് മോഹൻകുമാർ പറഞ്ഞത്. പോലീസുകാർ പറയുന്ന യുവതികളെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്ന വാദത്തിൽ മോഹൻകുമാർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. താൻ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തത് തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാണാതായ പെൺകുട്ടികളിൽ ഒരാളുടെ മൊബൈൽ എന്റെ കൈവശം എത്തിയെന്നതുകൊണ്ട് ഞാനാരെയും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രതിയെ കിട്ടാതായപ്പോൾ കിട്ടിയയാളെ നിങ്ങൾ പ്രതിയാക്കുകയാണ്. മോഹൻ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പോലീസുകാരെ ചോദ്യം ചെയ്തു. മോഹൻകുമാർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പോലീസുകാർ തയ്യാറായിരുന്നില്ല. കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എങ്കിലും സാഹചര്യ തെളിവുകൾ കുമാറിനെതിരെയായിരുന്നു. അവർ മോഹൻകുമാർ കുറ്റവാളിയാണെന്ന നിലയിൽ തന്നെ മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്തു. പോലീസുകാർ എത്ര ചോദിച്ചിട്ടും കുമാർ ഒന്നും തന്നെ സമ്മതിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല യുവതികൾ എവിടെ പോയെന്നതിന് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. അന്വേഷണ സംഘത്തിന് മുകളിൽ നിന്നുള്ള പ്രഷർ വളരെ കൂടുതലായിരുന്നു. തങ്ങളുടെ കയ്യിൽ കിട്ടിയ പ്രതിയെ വിട്ടുകളയാൻ അവരും തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി ശക്തമാക്കാൻ തന്നെ പോലീസുകാർ തീരുമാനിച്ചു. നല്ല രീതിയിൽ ചോദിച്ചാൽ ഒരിക്കലും മോഹൻകുമാർ സമ്മതിക്കില്ല എന്നും ഈ കേസുകൾ ഒരിക്കലും തെളിയില്ല എന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി. കേസ് തെളിയാതെ കിടക്കുന്ന കാലത്തോളം ബെരുമരുവിലെ ആളുകൾ ലവ് ജിഹാദ് എന്ന വിഷയം തലയിലേറ്റി കലാപങ്ങൾ ഇനിയും സൃഷ്ടിക്കുമെന്ന് സർക്കാരിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കേസ് തെളിയേണ്ടത് സർക്കാരിന്റെ കൂടി ആവശ്യമായി മാറി. പോലീസുകാർ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മോഹൻകുമാറിന് സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ വെളിപ്പെടുത്തലിലൂടെ ഒരു നാടിന്റെ പ്രിയങ്കരനായ അധ്യാപകന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. മോഹൻകുമാറിന്റെ കുറ്റസമ്മതം പോലീസിനെ മാത്രമല്ല കർണാടക സംസ്ഥാനത്തെ തന്നെ പിടിച്ചുകുലുക്കി. അധ്യാപകനായ മോഹൻ മാസ്റ്ററിൽ നിന്ന്
അയാൾ സൈനൈഡ് മോഹനിലേക്ക് പരിവർത്തനപ്പെടുകയായിരുന്നു. അനിതയുടെ തിരോധാനം കൊലപാതകമാകാനും അനിത സീരിയൽ കില്ലിങ്ങിന്റെ ഇരയാവാനും മതിയാകുന്നതായിരുന്നു അയാളുടെ വെളിപ്പെടുത്തലുകൾ. കാസർഗോഡിനും മംഗലാപുരത്തിനും ഇടയിലുള്ള കന്യായന ഗ്രാമത്തിലെ മൈലപ്പ മുഖേര ടുട്ടു ദമ്പതികൾക്ക് നാലാമതായി ഒരു മകൻ ജനിച്ചു. ഏറെ സ്നേഹത്തോടെ കുഞ്ഞിന് അവർ മോഹൻകുമാർ എന്ന് പേരിട്ടു. അല്പം നീളം കുറവായിരുന്നെങ്കിലും കളികളിലും കായിക അഭ്യാസങ്ങളിലും മോഹൻ തന്റെ കഴിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രകടമാക്കിയിരുന്നു. പഠനത്തിനും ഫിസിക്കൽ ഫിറ്റ്നസിനും അവൻ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. തങ്ങളുടെ 4 മക്കളിൽ ഏറ്റവും മിടുക്കൻ മോഹൻകുമാർ ആണെന്നതിൽ വീട്ടുകാർ വളരെ സന്തോഷിച്ചു. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയായിരുന്ന മോഹൻ ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു സംഭവമുണ്ടായി. മോഹന്റെ 16ാമത്തെ വയസ്സിൽ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും മോഹൻ തന്റെ പഠനം പൂർത്തിയാക്കി. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ചെയ്ത അവൻ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി മാറി. തന്റെ അധ്യാപന ജീവിതത്തിനിടയിൽ തന്റെ തന്നെ വിദ്യാർത്ഥിയായിരുന്ന മേരി എന്ന പെൺകുട്ടിയോട് മോഹൻകുമാറിന് ചെറിയൊരു താല്പര്യം തോന്നി. അന്നവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മേരി പഠിക്കുന്ന കുട്ടിയായതിനാലും അവളുടെ പഠനം മുടക്കരുത് എന്ന ഉദ്ദേശമുണ്ടായിരുന്നതിനാലും മേരിക്ക് 18 വയസ്സ് തികയുന്നതുവരെ മോഹൻകുമാർ കാത്തിരുന്നു. 18 വയസ്സ് തികഞ്ഞതിനു ശേഷം തന്റെ ഇഷ്ടം മോഹൻ മേരിയെ അറിയിച്ചു. കുറച്ചു കാലത്തെ പ്രണയത്തിനൊടുവിൽ മോഹൻ മേരിയെ വിവാഹം ചെയ്തു. ആദ്യകാലങ്ങളിൽ കുഴപ്പമൊന്നുമില്ലാതെ പോയ അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണത് പെട്ടെന്നായിരുന്നു. വിവാഹത്തിനു ശേഷം താൻ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചോളാമെന്ന് മോഹൻകുമാർ പ്രണയിക്കുന്ന സമയത്ത് മേരിക്ക് വാക്കുകൊടുത്തിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും അയാൾ തന്റെ മതത്തിൽ തന്നെ തുടരുന്നത് കണ്ടപ്പോൾ മേരി അതിനെ ചോദ്യം ചെയ്തു. തനിക്ക് മതം മാറാൻ സാധിക്കില്ലെന്ന് മോഹൻകുമാർ തറപ്പിച്ചു പറഞ്ഞപ്പോൾ അയാളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി മേരി മറ്റൊരു ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തു. അത് അയാളിൽ വിഷമമുണ്ടാക്കിയെങ്കിലും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ സമുദായത്തിൽപ്പെട്ട ഉപ്പള സ്വദേശിയായ മഞ്ജുളയെ എല്ലാവരുടെയും സമ്മതത്തോടെ മോഹൻകുമാർ വിവാഹം ചെയ്തു. തികച്ചും സമാധാനപരമായ അവരുടെ ജീവിതത്തിൽ അവർക്ക് 2 ആൺകുട്ടികളുമുണ്ടായി. എന്നാൽ ഇതിനിടയിൽ മഞ്ജുള അറിയാതെ തന്നെ മോഹൻകുമാർ മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. ദർലക്കട്ടയിലുള്ള ശ്രീദേവിയായിരുന്നു മോഹൻകുമാറിന്റെ അടുത്ത ഭാര്യ. ശ്രീദേവിയിൽ മോഹൻകുമാറിന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടാവുകയും ചെയ്തു. ശ്രീദേവിയും മഞ്ജുളയും ഒരിക്കലും പരസ്പരം കണ്ടിരുന്നില്ല. 2 പ്രദേശങ്ങളിൽ 2 ഭാര്യമാരോടൊപ്പം മോഹൻകുമാർ സന്തോഷത്തോടെ ജീവിച്ചു. മഞ്ജുളയ്ക്കും ശ്രീദേവിക്കും മോഹൻകുമാർ പ്രിയപ്പെട്ട ഭർത്താവായിരുന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന ഉത്തമനായ ഭർത്താവ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ആയിടെ മംഗലാപുരത്ത് വെച്ച് മോഹൻകുമാർ രത്ന എന്നൊരു യുവതിയുമായി പരിചയത്തിലായി. താൻ വിവാഹിതനാണെന്നും 2 ഭാര്യയും 4 മക്കളുമുള്ള ആളാണെന്നും മോഹൻകുമാർ രത്നയോട് മറച്ചുവെച്ചു. രത്നയ്ക്ക് അയാൾ അവിവാഹിതനായ ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. അവരുടെ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് നീങ്ങി. മോഹൻകുമാർ ഒരിക്കലും അതിനൊരു തടസ്സം പറഞ്ഞില്ല. രത്നയെ അയാൾ സ്നേഹം കൊണ്ട് മൂടി. സുന്ദരനും ഗവൺമെന്റ് ജോലിക്കാരനുമായ ഒരാളെ ഭർത്താവായി കിട്ടുക എന്നത് രത്നയ്ക്കും ഭാഗ്യമാണെന്ന് തോന്നി. അവരുടെ ബന്ധം വളർന്നു. അത് വളരെ ദൃഢമായി മാറി. മോഹൻകുമാർ ഒരിക്കലും തന്നെ ചതിക്കില്ല എന്ന് വിശ്വസിച്ച രത്ന തന്റെ ശരീരം പലപ്പോഴും അയാൾക്ക് സമർപ്പിച്ചു. മാസങ്ങൾ പലതും കടന്നുപോയി. എന്നിട്ടും വിവാഹത്തെപ്പറ്റി ഒന്നും തന്നെ മോഹൻകുമാറിൽ നിന്ന് രത്നയ്ക്ക് അറിയാൻ സാധിച്ചില്ല. അവർ കമിതാക്കളായി തന്നെ തുടർന്നു. രത്നയ്ക്ക് അത് അംഗീകരിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടായിരുന്നു. അവൾ വിവാഹത്തിന് മോഹൻകുമാറിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നിലവിൽ 2 ഭാര്യമാരുള്ള മോഹൻകുമാറിനാവട്ടെ മറ്റൊരു വിവാഹത്തിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. രത്നയെ വിട്ടുകളയാൻ അയാൾ ഒരുക്കവുമായിരുന്നില്ല. ദിവസങ്ങൾ കഴിയും തോറും വിവാഹം എന്ന രത്നയുടെ ആവശ്യം ശക്തമായി കൊണ്ടിരുന്നു. അത് ശല്യമായി തോന്നിയ മോഹൻകുമാർ രത്നയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. വളരെ സ്നേഹത്തോടെ ഒരു വൈകുന്നേരം രത്നയും കൂട്ടി അയാൾ ധർമ്മസലയിലേക്ക് പോയി. അവിടെയുള്ള പാലത്തിനു മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി രത്നയെ അയാൾ നേത്രാവതി പുഴയിലേക്ക് തള്ളിയിട്ടു. നീന്തൽ അറിയാത്ത രത്ന എന്തായാലും മുങ്ങിമരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. എന്നാൽ വിധി അയാൾക്ക് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. രത്നയെ അയാൾ തള്ളിയിടുമ്പോൾ അതുവഴി വന്ന തോണിക്കാരൻ അവളെ കാണുകയും രക്ഷിക്കുകയും ചെയ്തു. സാരമായി പരിക്കേറ്റ രത്ന ആശുപത്രിയിൽ അഡ്മിറ്റായി. മൊഴിയെടുക്കാൻ വന്ന പോലീസിന് അവൾ മോഹൻകുമാറിന്റെ പേര് കൃത്യമായി പറഞ്ഞുകൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി മോഹൻകുമാർ അറസ്റ്റിലായി. രത്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഹൻകുമാറിന് ജുഡീഷ്യൽ കോടതി വധശ്രമത്തിന് 7 മാസം കഠിന തടവ് വിധിച്ചു. അപ്പോൾ ഒന്നും തന്നെ മോഹൻകുമാറിന്റെ ഭാര്യയായിരുന്ന ശ്രീദേവിയും മഞ്ജുളയും ഇക്കാര്യം ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് ജോലിക്കാരനായ തങ്ങളുടെ ഭർത്താവ് ചിലപ്പോഴൊക്കെ
നാട്ടിലേക്ക് ലീവ് കിട്ടി വരാൻ വൈകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. 2 ഭാര്യമാരുടെ അടുക്കലും ഒരുപോലെ സമയം ചിലവഴിക്കാൻ വേണ്ടി മോഹൻകുമാർ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീട്ടിലെത്തിയിരുന്നുള്ളൂ. തന്റെ ജോലി അതുപോലെയുള്ളതാണെന്ന് അയാൾ അവരെ വിശ്വസിപ്പിച്ചു. അതിനാൽ തന്നെ ഭർത്താവ് എത്രയും വേഗം വീട്ടിലെത്തണമെന്ന് ആ 2 ഭാര്യമാരും അതിയായി ആഗ്രഹിച്ചു പോന്നു. 7 മാസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയത് മറ്റൊരു മോഹനായിരുന്നു. ജയിലിലെ സഹതടവുകാരോടൊപ്പമുള്ള സഹവാസം അയാൾക്ക് കൂടുതൽ വ്യക്തമായ പദ്ധതികൾ മെനയാനുള്ള വഴിയൊരുക്കി കൊടുത്തു. അറിയാതെയാണെങ്കിലും തനിക്ക് പറ്റിയ കയ്യബദ്ധം മോഹനോട് പറയുമ്പോൾ അത് അയാൾ ചൂഷണം ചെയ്യുമെന്ന് സഹതടവുകാരും ഒരിക്കലും കരുതി കാണില്ല. കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അയാൾ ജയിലിൽ കവാടങ്ങളിറങ്ങി. അയാളുടെ കണ്ണുകൾ വേട്ടക്കിറങ്ങിയ കുറുക്കൻ്റേതുപോലെ തിളങ്ങി. തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് അയാൾ പുറപ്പെട്ടു. ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെടുക്കാനുള്ള കുതന്ത്രവുമായാണ് തങ്ങളുടെ ഭർത്താവ് വന്നതെന്നറിയാതെ അവർ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മോഹൻ ജയിലിലായിരിക്കുന്ന സമയത്ത് അയാളുടെ സഹതടവുകാർ പറഞ്ഞുകൊടുത്ത വിവരങ്ങളായിരുന്നു മോഹൻകുമാർ പിന്നീട് ഓരോ യുവതികളെയും കൊല്ലാൻ വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റിയത്. കുപ്പയ എന്ന തട്ടാനായിരുന്നു മോഹനോടൊപ്പം ജയിലിലുണ്ടായിരുന്നത്. ദിവസങ്ങളുടെ അടുപ്പം തങ്ങൾ എങ്ങനെയാണ് ജയിലിലെത്തിയതെന്ന വസ്തുത പരസ്പരം കൈമാറാൻ അവരെ പ്രേരിപ്പിച്ചു. മോഹൻ വളരെ നിഷ്കളങ്കമായി ഇത് തന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണെന്നും താനൊന്നും ചെയ്തിട്ടില്ല എന്നും അയാളോട് പറഞ്ഞു. അയാളും വളരെ സഹതാപത്തോടു കൂടിയാണ് മോഹനെ കണ്ടത്. കാണാൻ സുന്ദരനും തരക്കേടില്ലാത്ത ജോലിയുമുള്ളവനും മാന്യനായ ഒരാൾ ഒരു യുവതിയെ സ്നേഹം നടിച്ച് കൊല്ലാൻ നോക്കുകയൊന്നുമില്ല എന്ന് കുപ്പയെയും വിചാരിച്ചു. മാത്രല്ല ഇത്രയും ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും മാന്യത വിട്ട് വേറൊരു പെരുമാറ്റം മോഹൻകുമാറിൽ നിന്നും താനും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെല്ലാം എന്താണ്, ഒരു കാര്യവുമില്ലാതെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇങ്ങനെ കുറ്റക്കാരാക്കുക എന്നത് അവർക്കൊരു രസമാണ്. താനൊരു തട്ടാനാണെന്നും ഒരു കയ്യബദ്ധം കൊണ്ടാണിപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നതെന്നും അയാൾ സങ്കടത്തോടെ ഓർത്തെടുത്തു. സ്വർണ്ണപ്പണിക്കാരനായതിനാൽ തന്നെ ആഭരണങ്ങൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കലുകളാണ് പൊട്ടാസ്യം സൈനൈഡും സോഡിയം സൈനൈഡും. ഇവ രണ്ടും തന്നെ മാരക വിഷങ്ങളാണ്. വീട്ടിലെ തൊടിയിലേക്ക് വേസ്റ്റ് കളയുന്ന കൂട്ടത്തിൽ ഈ സൈനൈഡിന്റെ അംശവും കലർന്നിരുന്നു. അതാണെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. വീടിന്റെ അടുത്തുള്ള ആളുകളുടെ പശുക്കളും ആടുകളും വന്നപ്പോൾ പുല്ലിനോടൊപ്പം സൈനൈഡും അകത്തു ചെന്നു. തൽക്ഷണം അവയെല്ലാം മരിക്കുകയും ചെയ്തു. ഇത്രയധികം ആടുകളും പശുക്കളും എന്റെ തൊടിയിൽ മരിച്ചത് കാരണം ഉടമസ്ഥർ എനിക്കെതിരെ പരാതി നൽകി. എന്റെ അശ്രദ്ധ മൂലമുണ്ടായത് കാരണം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വയറ്റിലെത്തിയ ഉടനെ എന്തെങ്കിലും ചികിത്സ നൽകിയാൽ പോരായിരുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നു? മോഹൻ നിഷ്കളങ്കമായി അയാളോട് ചോദിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സൈനൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ വിഷമൊന്നുമല്ല. ഞങ്ങൾ തന്നെ എത്ര ശ്രദ്ധയോടെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് അറിയൂ. വളരെ മാരകമായ വിഷമാണത്. കുറഞ്ഞളവിൽ അകത്തു ചെന്നാൽ തന്നെ മരണം സംഭവിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ചികിത്സ എടുക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആളും മരിച്ചിരിക്കും. ഏറ്റവും കൂടി പോയാൽ 5 മിനിറ്റ്, അതിനുള്ളിൽ മരണം ഉറപ്പാണ്. രക്തത്തിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ 45 സെക്കൻഡ് കൊണ്ട് തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വസ്തുവാണ്. ചെറിയ അശ്രദ്ധ അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇത്രയും വലിയ വിഷമായിട്ടും നിങ്ങൾക്കിത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇത്രയും സുലഭമായി വാങ്ങാൻ അത് കിട്ടുമോ? വീണ്ടും ആകാംക്ഷയോടെ മോഹൻ ചോദിച്ചു. നിങ്ങളുടെ ചോദ്യം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കെമിക്കൽ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാർക്ക് ഇത് കിട്ടുന്നതിൽ വലിയ തടസ്സമൊന്നുമില്ല. ഞങ്ങളുടെ ജോലിക്ക് ആവശ്യമായതിനാൽ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഞങ്ങൾ വാങ്ങിവെക്കും. അത്രയും ശ്രദ്ധയോടെ ഉപയോഗിക്കൂ എന്നേ ഉള്ളൂ. ഇത്രയും ആയപ്പോൾ തന്നെ മോഹൻ മാസ്റ്റർക്ക് ഇതുതന്നെ നല്ലൊരു ആയുധമായി ഉപയോഗിക്കാമെന്ന് തോന്നി തുടങ്ങി. കാരണം സൈനൈഡ് ലഭിക്കുന്നതിന് യാതൊരുവിധ നിയമ നടപടികളുടെയും ആവശ്യമില്ല. ഒരു തട്ടാനാണെന്ന് പറയുകയാണെങ്കിൽ കെമിക്കൽ ഡീലർമാരിൽ നിന്ന് നല്ലൊരു അളവിൽ തന്നെ വാങ്ങിക്കുകയും ചെയ്യാം. മാത്രമല്ല കുപ്പയുടെ സുഹൃത്താണെന്ന് തനിക്ക് പറയുകയും ചെയ്യാം. വളരെ കൃത്യമായ ആസൂത്രണം ചെയ്താൽ എത്ര അളവിൽ വേണമെങ്കിലും വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് പിന്നീട് ചിന്തിക്കുകയും ചെയ്യാം. വളരെ വലിയ പ്ലാനോടെയാണ് മോഹൻ മാസ്റ്റർ ജയിലിൽ നിന്ന് വന്നത്. 7 മാസം തടവ് ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് തെളിവുകളില്ല എന്ന് പറഞ്ഞ് കേസ് തള്ളിപ്പോയിരുന്നു. അതുകൊണ്ടിപ്പോൾ താൻ പൂർണ്ണ നിരപരാധിയാണ്. പോലീസുകാരുടെ ക്രൈം ലിസ്റ്റിൽ ഇപ്പോൾ താൻ ഒന്നും തന്നെയില്ല. ഇതാകുമ്പോൾ ആരും കാണുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയോ ചെയ്യുകയുമില്ല. വളരെ സേഫായതും തന്നെയാണ് സൈനൈഡ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പ്ലാൻ ചെയ്തിരുന്നതെല്ലാം മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നുവെങ്കിലും കുറച്ചു ദിവസം കൂടി അയാൾ കാത്തിരുന്നു. അങ്ങനെ കുറച്ചു ദിവസത്തെ താമസത്തിന് ശേഷം ശ്രീദേവിയുടെ അടുക്കലേക്ക് പോവാൻ അയാൾ തീരുമാനിച്ചു. ആദ്യ ഭാര്യയോട് ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് മോഹൻ മാസ്റ്റർ ഇറങ്ങി.
യാത്ര പറഞ്ഞിറങ്ങിയ മോഹൻ മാസ്റ്റർ ആദ്യം ചെന്നത് അബ്ദുസലാം എന്നൊരാൾ നടത്തിയിരുന്ന കെമിക്കൽ ഷോപ്പിലേക്കായിരുന്നു. അവിടെ ചെന്ന് താനൊരു തട്ടാനാണെന്നും അടുത്ത ഗ്രാമത്തിലെ പുതിയ താമസക്കാരനാണെന്നും പറഞ്ഞു. ആവശ്യമായ അളവിൽ സൈനൈഡ് വാങ്ങുകയും ചെയ്തു. കാര്യമായ നിയമ നടപടികളോ പേപ്പർ വർക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെ പറഞ്ഞ അളവിൽ സൈനൈഡ് മോഹൻകുമാറിന് ലഭിച്ചു. വളരെ സന്തോഷത്തോടെ അതും വാങ്ങി അയാൾ ശ്രീദേവിയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവിടെ സൈനൈഡ് സൂക്ഷിക്കുകയും ചെയ്തു. മാന്യമായ മോഹന്റെ പെരുമാറ്റത്തിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ജോലിക്കാവശ്യമായി കുറച്ച് വസ്തുക്കളാണെന്നും അത് കുട്ടികൾ ആരും തൊടാതെ സൂക്ഷിക്കണമെന്നും അയാൾ ശ്രീദേവിയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. സൈനൈഡ് കൊണ്ടുവന്ന് വെച്ച ശേഷം മോഹൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഭാര്യയോടത് വളരെ പ്രധാനപ്പെട്ട സാധനമാണെന്നും വളരെയധികം സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഒപ്പം തന്നെ അത് വെച്ചതിന് ശേഷവും തിരികെ എടുക്കുകയാണെങ്കിലും നിർബന്ധമായും കൈ കഴുകണമെന്നും നന്നായി ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. മക്കളുടെയും ഭാര്യയുടെയും കാര്യത്തിൽ അയാൾ ഒത്തിരി ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഭർത്താവിന്റെ വിലപ്പെട്ട എന്തോ സാധനമാണ് അതെന്ന് കരുതിയ ശ്രീദേവി അതെടുക്കുകയോ മക്കളെ അതിനടുത്തേക്ക് അയക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഹൻ സുരക്ഷിതമായി സൈനൈഡ് സൂക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മോഹൻ വീണ്ടും സ്കൂളിൽ ജോയിൻ ചെയ്തു. സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു യുവതിയെ മോഹൻ കാണാനിടയായി. രേവതി എന്ന ആ യുവതി അടുത്ത ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. എന്നും ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുമ്പോൾ ആ യുവതിക്ക് മോഹൻ ഒരു പുഞ്ചിരി കൈമാറിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അധികം വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒന്നുമില്ലാത്ത കുടുംബത്തിലെ അവിവാഹിതയാണ് രേവതി എന്ന് മനസ്സിലാക്കാം. ദിവസവും ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടുമെങ്കിലും ഒരു പുഞ്ചിരി അല്ലാതെ മറ്റൊരു മോശപ്പെട്ട അനുഭവവും മോഹനിൽ നിന്ന് രേവതിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളും മോഹന് ഒരു പുഞ്ചിരി നൽകുക പതിവായി. പരസ്പരം ഒന്നും തന്നെ അറിയില്ലെങ്കിലും എന്നും കാണുന്ന ആളുകൾ എന്ന രീതിയിൽ അവർ സുഹൃത്തുക്കളായി. ഒരു മഴയുള്ള വൈകുന്നേരമായിരുന്നു അത്. എന്നും രേവതി പോകാറുള്ള ബസ് പോയി കഴിഞ്ഞു. അന്ന് കുറച്ച് വൈകിയതിനാൽ ബസ് സ്റ്റോപ്പിലെത്താൻ സമയമെടുത്തു. ബസ് പോയതറിയാതെ രേവതി ബസ്സിനായി കാത്തിരുന്നു. തന്നോടൊപ്പം ബസ്സിലുണ്ടാവുന്ന ആളുകളെല്ലാം പോയെന്ന് അപ്പോഴാണ് രേവതി ശ്രദ്ധിച്ചത്. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ അധികവും ആണുങ്ങളാണുള്ളത്. ചെറിയ മഴയുമുണ്ട്. സമയം രാത്രിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടോ ഒരു രീതിയിൽ ഭയം ഉടലെടുത്തു. അവളൊരു സഹായത്തിനായി ചുറ്റും നോക്കി. തനിക്ക് പരിചയമുള്ള ആരെയും തന്നെ അവൾക്ക് കണ്ടെത്താനായില്ല. പരിഭ്രാന്തിയും സങ്കടവും അവളുടെ മുഖത്ത് നിഴലിച്ചു. ചുറ്റുമുണ്ടായിരുന്ന ആളുകളിൽ ചിലർ അവളോട് കാര്യം അന്വേഷിച്ചെങ്കിലും തനിച്ചാണെന്ന് പറയാൻ അവൾക്ക് പേടിയായിരുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്നവരെയെല്ലാം ഒഴിവാക്കിയപ്പോഴും അവൾക്കൊരു ഭയമുണ്ടായിരുന്നു. പെട്ടെന്നാണ് തനിക്ക് പരിചയമുള്ള മുഖം അവൾ കണ്ടത്. ഇത്തിരി ആശ്വാസം തോന്നിയെങ്കിലും വെറുമൊരു പുഞ്ചിരി മാത്രം കൈമാറിയിട്ടുള്ള ആളോട് താനെങ്ങനെ സഹായം ചോദിക്കുമെന്ന് അവൾ ആശങ്കപ്പെട്ടു. ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ ആളൊരു മാന്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന രേവതി മോഹൻ കണ്ടിരുന്നു. അവൾ സ്ഥിരം പോകാറുള്ള ബസ് പോയി എന്ന് മോഹന് മനസ്സിലായി. രേവതിയെ പരിചയപ്പെടാൻ ഇതുതന്നെയാണ് അവസരമെന്ന് മോഹനും കണക്കുകൂട്ടി. അയാൾ പതി അവളുടെ അടുത്തേക്ക് നടന്നു. എന്തുപറ്റി, ബസ് പോയല്ലോ? വളരെ ശാന്തമായി മോഹൻ ചോദിച്ചു. ഇന്ന് കടയിൽ നിന്നിറങ്ങാൻ താമസിച്ചു. വളരെ മടിച്ചാണെങ്കിലും അവൾ മറുപടി പറഞ്ഞു. തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമോ? വളരെ ഫോർമലായി തന്നെ മോഹൻ ചോദിച്ചു. ഇല്ല, വീട്ടിൽ പ്രായമായ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. താൻ ഒറ്റമോളാണോ? എന്താ താമസിക്കാൻ കാരണം? എനിക്കൊരു സഹോദരനുണ്ട്, പക്ഷേ അവൻ വിദേശത്താണ്. ഇന്ന് അല്പം കൂടുതൽ തയ്ക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ താമസിച്ചത്. അയാളോട് സംസാരിക്കുമ്പോൾ തനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയമുള്ളതുപോലെ അവൾക്ക് തോന്നി. ശരി, അടുത്ത ബസ് എപ്പോഴാണെന്നറിയൂ? ഒരു അരമണിക്കൂറിനുള്ളിൽ വരുമെന്ന് തോന്നുന്നു. താൻ പേടിക്കണ്ട, ബസ് വരുന്നത് വരെ ഞാനിവിടെ തന്നെ നിന്നോളാം. പക്ഷേ തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാത്രം. ഇല്ല, ഇവിടെ നിന്നോളൂ. ക്ഷമിക്കണം, എൻ്റെ പേര് റാംദേവ്. ഇവിടെ അടുത്ത കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എന്നും ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാറുണ്ട്. പക്ഷേ പേരൊന്നും അറിയില്ല കേട്ടോ. ആ, എൻ്റെ പേര് രേവതി. അടുത്ത ഗ്രാമത്തിലാണ്. ഇവിടെ തയ്യൽക്കടയിൽ സഹായത്തിന് നിൽക്കുന്നതാണ്. പരിചയപ്പെടൽ അതോടെ അവസാനിച്ചു. അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ഒരു യുവതിയോടൊപ്പം തനിച്ച് സമയം ചെലവഴിക്കുമ്പോഴും അതിരുകൾ സംസാരത്തിൽ പോലും മോഹൻ ലംഘിച്ചില്ല. മോഹന്റെ പെരുമാറ്റം രേവതിക്കും സന്തോഷവും ആശ്വാസവും നൽകി. ഒരു പുഞ്ചിരിയോടെ അയാളുടെ പിന്നിൽ അവൾ നിന്നു. രേവതിക്ക് പോകാനുള്ള ബസ് വന്നു. എന്നാൽ അതിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പുരുഷന്മാരായിരുന്നു. അല്പം മടിച്ചാണെങ്കിലും രേവതി ബസ്സിൽ കയറി. ഒരു താങ്ക്സ് പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ മോഹനെ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ നിരാശയോടെ സീറ്റിലേക്കിരുന്നു. കണ്ടക്ടർ ടിക്കറ്റിന് വന്നപ്പോൾ അവൾ കാശ് കൊടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ കണ്ടക്ടർ അവളെ ശ്രദ്ധിച്ചില്ല.
ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൾ കാശ് നീട്ടിയപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് എടുത്തല്ലോ എന്നാണ് അയാൾ പറഞ്ഞത്. ആര് എന്ന രീതിയിൽ അയാളെ നോക്കിയപ്പോൾ അയാൾ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചു. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മോഹൻ മാസ്റ്ററെ അപ്പോഴാണ് അവൾ കണ്ടത്. സംശയം കൊണ്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞു. ബസ് സ്റ്റോപ്പിലെത്തും വരെയും എന്തിന് എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. അവൾ ബസ്സിറങ്ങി, ഒപ്പം മോഹനും. ബസ്സിറങ്ങിയ മോഹന്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ നോക്കി. ബസ്സിൽ മുഴുവൻ പുരുഷന്മാരായിരുന്നില്ലേ? താനാണെങ്കിൽ ഈ സമയത്ത് ബസ്സിൽ കയറാറില്ല. അതുകൊണ്ട് കൂട്ടിന് വന്നേന്നേയുള്ളൂ. ഒന്നും വിചാരിക്കരുത്. തിരികെ നടക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ കൊണ്ടു. ഒന്നും പറയാനാവാതെ അവൾ വീട്ടിലേക്ക് നടന്നു. അതൊരു തുടക്കമായിരുന്നു. വീട്ടിലെത്തി നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ആലോചിച്ചു. എത്ര നല്ല മനുഷ്യൻ! തന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ എന്നവൾക്ക് കുറ്റബോധം തോന്നി. സാരയില്ല, നാളെ കാണുമ്പോൾ പറയാം. അതും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ഉറങ്ങാൻ കിടന്നു. തനിക്ക് വേണ്ടി ഇത്ര ദൂരം വന്നിട്ടും വീട്ടിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. ഉറങ്ങാൻ കിടന്നപ്പോൾ ആ കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സിൽ. എങ്കിലും നാളെ മോഹനെ കാണുമ്പോൾ എന്തായാലും നന്ദി പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ രേവതി വളരെ സന്തോഷത്തോടെയാണ് ഉണർന്നത്. ഇന്നെന്തായാലും രാംദേവിനെ കാണണമെന്നും ഒരു താങ്ക്സ് പറയണമെന്നും അവൾ ഉറപ്പിച്ചു. ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ തീരുമാനിച്ചുവെങ്കിലും റാമിനെ കണ്ടപ്പോൾ അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു പഠിച്ചതൊക്കെ വെറുതെയായി. എന്നത്തെയും പോലെ ഒരു പുഞ്ചിരി നൽകി അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. എന്നും കാണാറുണ്ടെങ്കിലും ഒരു പുഞ്ചിരിയിൽ കൂടുതൽ അവരുടെ സൗഹൃദം വളർന്നില്ല. എങ്കിലും മനസ്സുകൊണ്ട് രേവതി അയാളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു. അയാളുള്ളപ്പോൾ സുരക്ഷിതയാണ് എന്നൊരു തോന്നൽ പോലും അവളിലുണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞു പോകെ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. സംസാരം തുടങ്ങാനുള്ള കാരണങ്ങൾ പലപ്പോഴും രേവതി തന്നെ ഉണ്ടാക്കി. അയാളിലുള്ള വിശ്വാസം അവളിൽ അത്രമേൽ ദൃഢപ്പെട്ടിരുന്നു. അവരുടെ സംസാരം പല ചർച്ചകളിലേക്കും നീങ്ങി. പാവപ്പെട്ട കുട്ടികളുടെ ജീവിതവും പഠനവും വിവാഹവും ഒക്കെ അതിലുൾപ്പെട്ടു. ഒരിക്കൽ വളരെ യാദൃശികമായി രേവതിയുടെ വിവാഹത്തെക്കുറിച്ച് മോഹൻ മാസ്റ്റർ ചോദിച്ചു. അതെന്താ രേവതി വിവാഹമൊന്നും കഴിക്കാതെ ഇങ്ങനെ തയ്യലുമായിട്ട് ജീവിക്കുന്നത്? അത് പിന്നെ ഞങ്ങളെപ്പോലെ ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ആര് കെട്ടാനാ? അവൾ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും വിവാഹത്തിന് തയ്യാറായി വന്നാൽ തന്നെ അവർക്ക് വലിയൊരു സ്ത്രീധനം നൽകേണ്ടി വരും. പാവപ്പെട്ട വീട്ടിലെ അധികം ആളുകൾക്കും അത് നൽകാനുണ്ടാവില്ല. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വിവാഹം ഒരു സ്വപ്നം മാത്രമാണ്. ചിരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണിലെ വിഷമം മോഹൻ വ്യക്തമായി കണ്ടിരുന്നു. രേവതിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത പോലെ റാം എന്ന മോഹൻ അഭിനയിച്ചു. താൻ വിഷമിക്കണ്ട, തനിക്കെന്തായാലും നല്ലൊരു വരനെ തന്നെ കിട്ടും. പുഞ്ചിരിച്ചുകൊണ്ട് രേവതി ചോദിച്ചു. അതെന്താ മാഷേ അങ്ങനെ പറയാൻ? എന്നെപ്പോലുള്ള എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞത് തന്നെയാണ്. വലിയ വീട്ടിലെ പെൺകുട്ടികൾ യഥാസമയം വിവാഹം കഴിഞ്ഞു പോകും. ഞങ്ങളെയൊക്കെ കണ്ടില്ലേ? 25ഉം 28ഉം കഴിഞ്ഞാലും ആരും തന്നെ ഞങ്ങളെ വിവാഹം ചെയ്യില്ല. ഇനി അഥവാ വിശാല മനസ്സുള്ള ആരെങ്കിലും വിവാഹം ചെയ്താൽ അവർ ഒന്നുകിൽ വൈകല്യമുള്ളവരോ അല്ലെങ്കിൽ ഭാര്യ അറിയാതെ വിവാഹം കഴിക്കുന്നവരോ അതുമല്ലെങ്കിൽ മുന്നേ വിവാഹം കഴിഞ്ഞവരോ ആയിരിക്കും. ആശ്വാസവാക്കുകൾ പറയുമെങ്കിലും എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് സത്യമെന്ന്. അതൊക്കെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ കാലത്ത് എന്നെപ്പോലുള്ള പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞു മാഷേ. മാഷിനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടണ്ട. അല്ല മാഷേ, ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട്. പക്ഷേ നല്ല ജോലിയും അത്യാവശ്യം സൗന്ദര്യവും പണവും പഠിപ്പൊക്കെയുള്ള മാഷെന്താ വിവാഹം കഴിക്കാതെ നടക്കുന്നത്? അത് പിന്നെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടുപിടിക്കാനായില്ല. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയാൽ ഉടനെ വിവാഹം കഴിക്കും. അതെന്താ മാഷേ, ഈ ലോകത്തിലുള്ള ഒരു പെൺകുട്ടിക്കും മാഷ് ഉദ്ദേശിക്കുന്ന വിശേഷണമൊന്നുമില്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എത്ര സൗന്ദര്യമുണ്ടായിട്ടും പണമുണ്ടായിട്ടും ജോലിയുണ്ടായിട്ടും പഠിപ്പുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിന് ഇഷ്ടം തോന്നണ്ടേ? രേവതി തന്റെ ഇഷ്ടം റാമിനോട് തുറന്നു പറഞ്ഞു. പറയാത്തതിന്റെ പേരിൽ തന്റെ പ്രണയം നഷ്ടപ്പെടുത്താൻ അവൾ ഒരുക്കമായിരുന്നില്ല. മോഹൻ അത് നല്ലൊരു അവസരമായി കണ്ടു. എങ്കിലും അവളോട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞില്ല. കുടുംബവും നാട്ടുകാരും ഒരിക്കലും സമ്മതിക്കില്ല എന്ന രീതിയിൽ അവളെ പറഞ്ഞു തിരുത്താനാണ് അയാൾ ശ്രമിച്ചത്. എങ്കിൽ ആരുമറിയാതെ അവനോടൊപ്പം വരാൻ തയ്യാറാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പ്രണയത്തിൽ അവൾ അത്രമാത്രം അന്ധയായിരുന്നു. അവിടെ മോഹൻ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ നിന്നാൽ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ജീവിതം സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തും ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നു. ഈ നാടും ജോലിയും ഉപേക്ഷിച്ചു പോയാൽ നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് റാം ആശങ്ക പ്രകടിപ്പിച്ചു. തന്റെ വിവാഹത്തിന് ഒരുക്കി വെച്ച പണവും സ്വർണവും എടുത്തിട്ട് വരാമെന്ന് രേവതി ഉറപ്പു നൽകി.
മനസ്സില്ലാ മനസ്സോടെ മോഹൻ എല്ലാം സമ്മതിച്ചു. വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങി അയാൾ മടങ്ങി. രാത്രി ഏറെ വൈകി റാം എന്ന മോഹൻ രേവതിയെ വിളിച്ചു. സംസാരത്തിനിടയിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ഒരുപാട് നിർബന്ധിച്ചു. സ്നേഹം കൂടുതൽ കൊണ്ടാണ് പിന്മാറാൻ നിർബന്ധിക്കുന്നതെന്ന് രേവതിക്ക് അറിയാമായിരുന്നു. അന്ന് രാത്രി തന്നെ ഒളിച്ചോടാൻ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി റാം സമ്മതിച്ചു. ഫോൺ വെച്ച ഉടൻ മോഹൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. സൈനൈഡ് ഗുളിക രൂപത്തിലാക്കി കയ്യിൽ സൂക്ഷിച്ചു. അത്യാവശ്യമായി പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആ രാത്രി തന്നെ അയാൾ ഇറങ്ങി. രേവതിയെ കൂട്ടി പുലർച്ചെ അയാൾ ദർളഘട്ടയിലേക്ക് പുറപ്പെട്ടു. അയാളുടെ കൈപിടിച്ച് നടക്കുമ്പോൾ രേവതിയിൽ കൈവന്ന ജീവിതത്തിന്റെ സന്തോഷമായിരുന്നുവെങ്കിൽ അയാളുടെ കണ്ണുകളിൽ വേട്ടയാടിയ ഇരയെ കീഴ്പ്പെടുത്താൻ പോകുന്ന സന്തോഷമായിരുന്നു. ദർളഘട്ടയിലെത്തിയ മോഹൻ രേവതിയും കൂട്ടി ആദ്യമായി ചെന്നത് ഒരമ്പലത്തിലേക്കായിരുന്നു. അവിടുത്തെ ദൈവത്തെ സാക്ഷി നിർത്തി മോഹൻ രേവതിയുടെ കഴുത്തിൽ താലി ചാർത്തി. രേവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. റാം തന്നെ ചതിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അവളുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലി. താലി കെട്ടാതെ റാം തന്റെ വിരലിൽ പോലും തൊട്ടിട്ടില്ല എന്നത് അവനിലുള്ള അവളുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് തന്റെ ഭാഗ്യമാണെന്ന് വരാൻ പോകുന്ന വിപത്തറിയാതെ അവൾ വിശ്വസിച്ചു. അവിടെ നിന്ന് അവർ നേരെ പോയത് ഒരു ഹോട്ടലിൽ റൂമെടുക്കാൻ വേണ്ടിയാണ്. അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് അവർ നഗരത്തിലേക്ക് ഇറങ്ങി. പകൽ മുഴുവൻ നഗര കാഴ്ചകൾ കണ്ട് നവമിഥുനങ്ങളെ പോലെ കൈകോർത്ത് അവർ നടന്നു. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും വളരെ സന്തോഷവതിയായിരുന്നു രേവതി. തന്റെ നാടും വീട്ടുകാരെയും വിട്ടുവന്നതിൽ അവൾക്ക് ദുഃഖമേ തോന്നിയില്ല. അത്രയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയുമായിരുന്നു റാം അവളെ നോക്കിയത്. രാത്രിയോടെ അവർ റൂമിൽ തിരിച്ചെത്തി. രാത്രി ഭക്ഷണം കഴിച്ചായിരുന്നു മടങ്ങിയെത്തിയത്. രേവതിയെ ഫ്രഷ് ആവാനായി റൂമിൽ വിട്ട് ഫോണുമായി റാം പുറത്തിറങ്ങി. കുളിച്ചിറങ്ങിയ രേവതി കാണുന്നത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന റാമിനെയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഫ്രഷായിട്ട് ഞാൻ നിന്നോട് പറയാം. അതും പറഞ്ഞ് അയാൾ ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിറങ്ങി വരുന്ന റാം കാണുന്നത് തന്നെയും കാത്ത് ബെഡിലിരിക്കുന്ന രേവതിയാണ്. അയാൾ അവൾക്ക് അടുത്തേക്ക് വന്നു. അടുത്തായി ബെഡിലിരുന്നു. കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവൻ വാടക വീട് ശരിയാക്കിയിട്ടുണ്ടത്രേ. കൂടുതൽ ദിവസമൊന്നും നമുക്ക് ഈ ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല. വലിയ ചെലവാണ്. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ അത് ബാധിക്കും. നാളെ തന്നെ വാടക വീട്ടിലേക്ക് മാറിയാലോ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. രേവതിക്ക് എന്ത് തോന്നുന്നു? വളരെ സൗമ്യമായുള്ള അവന്റെ ചോദ്യം അവളെ സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. എല്ലാ കാര്യത്തിലും റാം തന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. അവൾ സന്തോഷത്തോടെ തന്നെ അവൻ പറഞ്ഞത് സമ്മതിച്ചു. അന്നത്തെ രാത്രി അവർ ആഘോഷമാക്കി. അത്യധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തന്നെ റാമിന് രേവതി തന്റെ ശരീരം സമർപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ റൂം വെക്കേറ്റ് ചെയ്തു. ദർളഘട്ടയിലെ ബസ് സ്റ്റാൻഡിലേക്കാണ് രേവതിയും കൂട്ടി റാം പോയത്. കൂട്ടുകാരൻ ഇപ്പോൾ വരുമെന്നും ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞതെന്നും അവൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് റാം അവൾക്ക് ഒരു ഗുളിക നൽകി. തങ്ങൾ ഇന്നലെ സംഗമിച്ചത് കാരണം ഒരുപക്ഷെ രേവതി ഗർഭിണിയായേക്കാമെന്നും ഈ സമയത്ത് ഒരു കുഞ്ഞ് നമുക്ക് വേണ്ട എന്നും അയാൾ അവളോട് പറഞ്ഞു. വളരെ സൗമ്യമായാണ് റാം ഇക്കാര്യം രേവതിയോട് പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ നോക്കാൻ നമുക്ക് കഴിയില്ല. ഒരു രാജകുമാരിയെ പോലെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്തണം. അതുകൊണ്ട് ഒരു ജോലിയൊക്കെ കിട്ടി സെറ്റിലായതിനു ശേഷം നമുക്ക് കുഞ്ഞിനെ പറ്റി ആലോചിക്കാം. വയറ്റിലൊരു ജീവൻ തുടിച്ചതിനു ശേഷം അതിനെ നശിപ്പിക്കുന്നത് പാപമാണ്. ആ പാപം നമുക്ക് വേണ്ട. ഈ സമയത്ത് ഗുളിക കഴിച്ചാൽ കുഞ്ഞുണ്ടാകുന്നത് തടയാൻ സാധിക്കും. അതല്ലേ നമുക്ക് നല്ലത്. രേവതിക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കില്ല. വളരെ തന്ത്രപൂർവമാണ് റാമി കാര്യങ്ങൾ രേവതിയോട് പറഞ്ഞത്. തങ്ങൾക്കും കുഞ്ഞിനും അതാണ് നല്ലതെന്ന് രേവതിക്കും തോന്നി. ഗുളിക കഴിക്കാൻ അവൾ സമ്മതിച്ചു. ഗുളിക ഇവിടെ വെച്ച് കഴിക്കേണ്ടെന്നും ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിനകത്ത് വെച്ച് കഴിച്ചോളൂ എന്നും റാം അവളെ ഉപദേശിച്ചു. സംശയത്തോടെ നോക്കിയ രേവതിയോട്, ഈ ഗുളിക കഴിക്കുമ്പോൾ ചിലർക്ക് ഛർദിയും അസ്വസ്ഥതയും ഉണ്ടാകും. ഇവിടെ വെച്ച് ഛർദിക്കാൻ വന്നാൽ നിനക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതാ ഞാൻ ബാത്റൂമിൽ പോകാൻ പറഞ്ഞത്. റാം തന്റെ ഭാഗം വ്യക്തമാക്കി. രേവതിക്കും അത് ശരിയാണെന്ന് തോന്നി. അവൾ ബാഗും മറ്റു സാധനങ്ങളും റാമിനെ ഏൽപ്പിച്ച് ശുചിമുറിയിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി മോഹൻ പുഞ്ചിരിച്ചു. അയാളുടെ പുഞ്ചിരിയിൽ ഒരു കുടിലത മറഞ്ഞിരുന്നു. രേവതി ശുചിമുറിയിൽ കയറി 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അനക്കമൊന്നും കാണാതായപ്പോൾ മോഹൻ അടുത്ത ബസ്സിൽ നാട്ടിലേക്ക് തിരിച്ചു. അവളിനി വരില്ലെന്ന് അയാൾക്കുറപ്പായിരുന്നു. കാരണം ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ അവൾക്ക് നൽകിയത് സൈനൈഡാണ്. ഗുളിക കഴിച്ച് 5 മിനിറ്റിനുള്ളിൽ അവൾ മരിച്ചിട്ടുണ്ടാവും.
അവിടെ ചെന്ന് നോക്കിയാൽ താൻ കുടുങ്ങുമെന്ന് മോഹൻ അറിയാം. അതുകൊണ്ട് ഉപേക്ഷിച്ച് അയാൾ മടങ്ങി. രേവതി കൊണ്ടുവന്ന സ്വർണവും പണവും അപ്പോഴും മോഹന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. താൻ പിടിക്കപ്പെടില്ല എന്നുറപ്പായപ്പോൾ മോഹന് കൊലപാതകം ഒരു ഹരമായി മാറി. ഒരു രാത്രിയിലെ ലൈംഗിക സുഖത്തിനു ശേഷം അയാൾ പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്നത് സ്ഥിരമാക്കി. വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്ത ഹോട്ടലുകളിലാണ് അയാൾ റൂമെടുത്തത്. തന്നിലേക്ക് എത്താൻ പോലീസിനു വേണ്ടി ഒരു തെളിവും അയാൾ ബാക്കി വെച്ചില്ല. പുതുതായി കണ്ടെത്തുന്ന പെൺകുട്ടിയെ വിളിക്കുക തൊട്ടു മുൻപത്തെ യുവതിയുടെ മൊബൈലിൽ നിന്നായിരിക്കും. അതുകൊണ്ട് മൊബൈലോ സിമോ ട്രേസ് ചെയ്ത് അയാളെ പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. അയാൾക്ക് തെറ്റുപറ്റിയത് ധനുഷിന് നൽകിയ കാവേരിയുടെ ഫോണിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. കൊല്ലപ്പെട്ട പെൺകുട്ടികളെ ഒന്നും കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാത്തതും ഇതുവരെ അന്വേഷണം തുടങ്ങാത്തതും അയാളുടെ വിശ്വാസത്തെ അമിതമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ധനുഷിന് മൊബൈൽ സമ്മാനമായി നൽകിയത്. എല്ലാം കേട്ട പോലീസുകാർ ഞെട്ടിപ്പോയിരുന്നു. പലപ്പോഴായി അനാഥശവങ്ങളായി മാറിയ യുവതികൾ ഒരാളുടെ വെറും ഒരു രാത്രിയുടെ ലൈംഗികതയുടെ ഫലമാണ് എന്നത് അയാളുടെ സൈക്കോ എത്ര ക്രൂരനാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മോഹന്റെ കുറ്റസമ്മതവും മറ്റ് തെളിവുകളും അടിസ്ഥാനമാക്കി മോഹനെതിരെയുള്ള കേസ് ഫയൽ പോലീസ് തയ്യാറാക്കി. എന്നാൽ കോടതിയിലെത്തിയ മോഹൻ കുറ്റം നിഷേധിച്ചു. അയാൾക്ക് വേണ്ടി അവിടെ വാദിച്ചത് അയാൾ തന്നെയായിരുന്നു. അയാളിലെ മികച്ച വക്കീലിനെ കാണുകയായിരുന്നു പോലീസുകാരും ജഡ്ജിയും. തനിക്കെതിരെയുള്ള ഓരോ തെളിവുകളും അയാൾ നിഷേധിച്ചുകൊണ്ടിരുന്നു. ആ മൊബൈൽ താൻ മറ്റൊരാളിൽ നിന്ന് വാങ്ങിയതാണെന്ന് അയാൾ വാദിച്ചു. എന്നാൽ അതാരാണെന്ന് തെളിയിക്കുന്നതിൽ മോഹൻ പരാജയപ്പെട്ടു. അതോടൊപ്പം അയാൾ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി ജീവനോടെ തന്നെ അയാൾക്കെതിരെ മൊഴി നൽകി. അത് മോഹൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു. തന്റെ ഒരു ഇര രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് അയാളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഗായത്രി എന്ന യുവതി മോഹനെതിരെ കോടതിയിൽ മൊഴി നൽകി. സൈനൈഡ് ഗുളിക കഴിക്കാനായി ബാത്റൂമിൽ കയറിയിരുന്നുവെങ്കിലും അതിന്റെ മണം കാരണം ഛർദ്ദിക്കാൻ തോന്നിയ ഗായത്രി ഗുളിക കഴിക്കാതെ മടങ്ങി വന്ന അവൾ കാണുന്നത് തിരിഞ്ഞു പോലും നോക്കാതെ തന്റെ ബാഗുമായി നടന്നു നീങ്ങുന്ന മോഹനെയായിരുന്നു. എന്തോ പന്തികേട് തോന്നിയ ഗായത്രി വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. രാവിലെ പോയി രാത്രി മടങ്ങി വന്നതിനാൽ വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നിയില്ല. എങ്കിലും പണവും സ്വർണവും കാണാതായതിന്റെ പേരിൽ അന്വേഷണം നടന്നിരുന്നു. അത് ഒരു മോഷണമായി ഒതുങ്ങി. തന്റെ ജീവിതത്തിലെ കറുത്ത അധ്യായം മറന്ന് കുടുംബമായി ജീവിക്കുകയായിരുന്നു ഗായത്രി. പോലീസുകാർ അവളെ കണ്ടെത്തുകയും രഹസ്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് തന്നെപ്പോലെ ചതിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി മൊഴി നൽകാൻ ഗായത്രി തയ്യാറായത്. ഭർത്താവും വീട്ടുകാരും അറിയാതെ രഹസ്യമായാണ് ഗായത്രി മൊഴി നൽകിയത്. മോഹനെ അവൾ തിരിച്ചറിയുക കൂടി ചെയ്തതോടെ അത് മോഹനെതിരെയുള്ള ശക്തമായ തെളിവായി മാറി. ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം മോഹൻ എന്ന കൊടും കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിച്ചു. പോലീസുകാർ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലും അയാളുടെ മുഖത്ത് ഒരു തരി കുറ്റബോധമുണ്ടായിരുന്നില്ല. അനാഥമാക്കപ്പെട്ട 2 കുടുംബങ്ങൾ അപ്പോഴും ഒന്നും വിശ്വസിക്കാനാവാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി നോക്കി നിന്നു. അച്ഛനെ കണ്ട് മക്കൾ പഠിക്കാതിരിക്കാനായി ആ 2 അമ്മമാരും നിസ്സഹായരായി മക്കളുടെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചു പിടിച്ചു. ഇതുപോലുള്ള സൈക്കോകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മൗനമായി എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതുപോലുള്ള കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.